ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ റീസണിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്, ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം അല്ലേ. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് വേർഡ് വിൽ ബെസ്റ്റ് കംപ്ലീറ്റ് ദ റിലേഷൻഷിപ്പ് ഗിവൺ ബിലോ. സോ നമുക്ക് ഇവിടെ രണ്ട് വേർഡ്സ് തന്നിട്ടുണ്ട് അല്ലേ. സോ അത് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. സോ അതേപോലെ തേർഡ് വേർഡിന് റിലേറ്റ് ചെയ്തിട്ടുള്ള നാലാമത്തെ വേർഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലൈറ്റ് ആൻഡ് ബ്ലൈൻഡ്? സോ വെളിച്ചവും ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണ് കാണാതിരിക്കുന്ന അവസ്ഥ അല്ലേ. സോ ലൈറ്റ് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ബ്ലൈൻഡ് എന്നുള്ളത് അല്ലേ. സോ ആ റിലേഷൻ വരുന്ന സ്പീച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേർഡ് എന്താന്ന് കണ്ടുപിടിക്കണം. സോ സ്പീച്ച് പറഞ്ഞാൽ എന്താ? നമ്മുടെ സംസാരിക്കുക എന്നുള്ളതാണ് സ്പീച്ച് എന്നൊക്കെ പറയുന്ന അർത്ഥം. സോ സ്പീച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥനെ നമ്മൾ എന്ത് പറയും? ലാംഗ്വേജ്, വോയിസ്, ടങ്, ഡംപ്. ഏത് പറയും? ഡംപ് എന്ന് പറയും അല്ലേ. സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥനെയാണ് നമ്മൾ ഡംപ് എന്ന് പറയാം അല്ലേ. സോ ലാംഗ്വേജ് അല്ല, വോയിസ്, ഇതെല്ലാം റിലേറ്റഡ് ടു സ്പീച്ച് ആണെങ്കിലും ഈ ഒരു അർത്ഥം ലൈറ്റും ബ്ലൈൻഡും, അതായത് ലൈറ്റ് കാണാൻ പറ്റാത്ത അവസ്ഥ ബ്ലൈൻഡ് എന്ന് പറയുന്ന പോലെ സ്പീച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥനെയാണ് എന്തെന്ന് പറയാം? ഡംപ് എന്ന് പറയാം. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് അവർ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇൻ ദിസ് ക്വസ്റ്റ്യൻ a statement is given followed by 4 conclusions. Choose the conclusions which best fit logically. ഓക്കെ, സോ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതായത് റോം എന്ന സിറ്റി വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ. അതിനർത്ഥം എന്താ? റോം എന്നുള്ള സിറ്റി ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? കുറേ ഇയേഴ്സ് കഷ്ടപ്പെട്ട് പേഷ്യൻസും ഹാർഡ് വർക്കും എല്ലാം കൂടെ ചേർന്ന് ഉണ്ടായ, കുറേ വർഷങ്ങൾ കൊണ്ടുണ്ടായ ഒരു ഡെവലപ്ഡ് സിറ്റിയാണ് റോം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ആ ഒരു കൺക്ലൂഷൻ വരുന്ന കൺക്ലൂഷൻസ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. സോ അതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് ഇസ് റോം വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ. ഓക്കെ, സോ കൺക്ലൂഷൻ നമ്പർ 1, ദ റോമൻസ് വർ ലേസി, ദേ കുഡ് നോട്ട് വർക്ക് ഇൻ ടൈം. അതാണോ? അല്ല. അവർ ലേസി ആയതുകൊണ്ടാണ് റോം ഒരു ഡേയിൽ ഉണ്ടായതല്ല എന്ന് പറയുന്നത് അല്ല അല്ലേ. അതല്ല. സോ ഓപ്ഷൻ കൺക്ലൂഷൻ 1 അല്ല. കൺക്ലൂഷൻ 2, ഇറ്റ് ടുക്ക് അബൌട്ട് 12 ഇയേഴ്സ് ടു ബിൽഡ് റോം. സോ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇയർ പറയുന്നുണ്ട്, അങ്ങനെ പറയാറില്ല അല്ലേ. സോ റോം എന്നുള്ള സിറ്റി വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 12 വർഷം എടുത്തു അല്ലെങ്കിൽ 10 വർഷം എടുത്തു അത് ഡെവലപ്പ് ചെയ്യാൻ, അങ്ങനെയല്ല പറയുക. ഓക്കെ, അങ്ങനെ നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ കൺക്ലൂഷൻ 2 ഓൾസോ ഡസന്റ് ഫോളോസ്. So conclusion 3, the Romans did not have sophisticated equipment and infrastructure to build a city like Rome. അതാണോ? അല്ല. ഒരു എക്യുപ്മെന്റോ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ടാണ് റോം എന്നുള്ളൊരു സിറ്റി ഉണ്ടാവാതിരുന്നത്. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല അല്ലേ. സോ എല്ലാവരും ഡെവലപ്പ് ചെയ്ത് ഓരോ പടിക്കെട്ടായി കയറി വന്നിട്ടാണ് ഒരു സിറ്റി ഡെവലപ്പ് ചെയ്യുക, അല്ലാതെ പെട്ടെന്നുണ്ടായതല്ല എന്ന് പറയുന്ന ഒരു അർത്ഥമല്ല ഇവിടെ വരുന്നത് അല്ലേ. ദ റോമൻസ് ഡിഡ് നോട്ട് ഹാവ് സൊഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ്, അത് കാരണമാണോ? അല്ല. ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എക്യുപ്മെന്റ് ഇല്ലാത്ത കാരണമാണ് റോം ഡെവലപ്പ് ആവാത്തത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സോ കൺക്ലൂഷൻ 3 ഓൾസോ ഡസന്റ് ഫോളോസ്. So fourth conclusion, it took years of patience, hard work and determination to construct a city like Rome. Yes, this is correct. അല്ലേ. സോ ഇയേഴ്സ് ഓഫ്, ഒരു സ്പെസിഫിക് ഇയർ അല്ല പറയുന്നത്, ഇയേഴ്സ് ഓഫ് പേഷ്യൻസും ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനും ഒക്കെ കൊണ്ടാണ് ഒരു വലിയ സിറ്റി ആയിട്ടുള്ള റോം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയത് എന്നാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു കൺക്ലൂഷൻ നമ്മൾ പറയാം. സോ ഓപ്ഷൻ എ, ഓൺലി കൺക്ലൂഷൻ 4 ഫോളോസ്. ക്ലിയർ? ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 3, complete the series 1, 6, 15, 28, 45 and question mark. സോ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്കിത് കാണുന്ന സമയത്ത് 1, 6, 15, 28, 45, then we have to find the number, right? So ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 5. ഇത് തമ്മിലുള്ള ഡിഫറൻസ് is 15 minus 6 is 9. 28 minus 15 is 13. 28 minus 45 is 17. ഓക്കെ, സോ ഇതെന്താ? ഇത് തമ്മിലുള്ള ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ് പോകുന്നത്? ദിസ് പാറ്റേൺ ഫോംസ് എ ഓഡ് നമ്പർ സീരീസ്. ഓക്കെ, ബട്ട് കണ്ടിന്യൂസ് ഓഡ് നമ്പർ ആണോ? അല്ല. സോ ഇവിടെ 7 ഈസ് മിസ്സിംഗ്, 9 കഴിഞ്ഞ് 11 മിസ്സിംഗ്,
13 കഴിഞ്ഞ് 15 മിസ്സിങ്. സോ 17 കഴിഞ്ഞിട്ട് എന്ത് മിസ്സിങ് ആയിരിക്കണം? 19 missing. So അടുത്ത number will be 21. So 45 plus 21 is 66. So here the answer will be 66. That is option D. 66 is our correct answer. So odd number series ആണ്, but missing odd number ആണ്. Alternative odd numbers എടുത്തിരിക്കുന്ന continuous odd number എടുത്തിട്ടില്ല. So difference ആണ് ഇവിടെ calculate ചെയ്യുന്നത് odd numbers ന്റെ. Clear അല്ലേ? Okay. So question number 4. B is to the southwest of A, C is to the east of B and southeast of A, and D is to the north of C in line with B and A. What is the direction of D with respect to A? എന്നാണ് question. So നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ക്ലിയർ? വരച്ചു. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ബി ഈസ് ടു ദ സൗത്ത് വെസ്റ്റ് ഓഫ് എ. ഇതാണ് സൗത്ത് വെസ്റ്റ് അല്ലേ? സോ സൗത്ത് വെസ്റ്റ്. സോ ഈ ഡയറക്ഷനിലാണ് എന്ത് വരിക? ബി വരിക എന്നാ പറഞ്ഞിരിക്കുന്നത്. ടു ദ എ. എ ഇവിടെയാണെങ്കിൽ ബി ഈസ് ടു ദ സൗത്ത് വെസ്റ്റ് ഓഫ് എ. സി ഈസ് ടു ദ ഈസ്റ്റ് ഓഫ് ബി ആൻഡ് സൗത്ത് ഈസ്റ്റ് ഓഫ് എ. സോ സി എന്ന് പറയുന്നത് ഈസ്റ്റ് ഓഫ് ബി ആയിരിക്കും ആൻഡ് സൗത്ത് ഈസ്റ്റ് ഓഫ് എ. സൗത്ത് ഈസ്റ്റ് പറയുന്നത് എന്താ? സൗത്ത് ഈസ്റ്റ് ഓഫ് എ എന്ന് പറയുന്നുണ്ട്. സോ സി ഈസ് ടു ദ ഈസ്റ്റ് ഓഫ് ബി ആൻഡ് സൗത്ത് ഈസ്റ്റ് ഓഫ് എ. സോ ക്ലിയർ അല്ലേ? സോ ഇങ്ങനെ വന്നു, എ ബി സി എന്നുള്ളത് വന്നു. ക്ലിയർ? സോ നെക്സ്റ്റ്, ഡി ഈസ് ടു ദ നോർത്ത് ഓഫ് സി ആൻഡ് ഇൻ ലൈൻ വിത്ത് ബി ആൻഡ് എ. സോ ഡി എന്ന് പറയുന്നത് എന്താ? നോർത്ത് ഓഫ് സിന്റെ നോർത്ത് ആണ് ആൻഡ് ഓൾസോ ഇൻ ലൈൻ വിത്ത് എ ആൻഡ് ബി. എയും ബിയും ഡിയും ഒരേ ലൈനിലാണ് ആൻഡ് ഓൾസോ ഡി ഈസ് ടു ദ നോർത്ത് ഓഫ് സി. ഓക്കെ, സോ ഇതാണ് നമുക്ക് വേണ്ട ഫിഗർ. ക്ലിയർ അല്ലേ? സോ ഇതാണ് എ ബി സി ഡിന്റെ പൊസിഷൻ. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഡി വിത്ത് റെസ്പെക്ട് ടു എ? വിത്ത് റെസ്പെക്ട് ടു എ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഡി? ഡി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതിന്റെ? നോർത്ത് ഈസ്റ്റിലാണ് അല്ലേ? With respect to A, D is in the northeast of A. Clear alle? So option B, northeast is our correct answer. Clear alle? Okay. So question number 5. In a code, addition is written as IDETNOI. How will medical be written in that code? ഓക്കെ, സോ ഇതിന് ഫസ്റ്റ് ആൽഫബറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് എഴുതുന്നതിന് മുൻപ് ഇത് നോക്കുക. ഇവിടുത്തെ കോഡ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ജസ്റ്റ് ഇതിനെ എന്തോ റീഅറേഞ്ച്മെന്റ് ചെയ്തതിന് ശേഷമാണ്. ഇവിടെയുള്ള എല്ലാ ലെറ്റേഴ്സും ഇതിൽ വരുന്നുണ്ട് അല്ലേ? സോ ഒരു റീഅറേഞ്ച്മെന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ എന്താണ് റീഅറേഞ്ച്മെന്റ് എന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് നമ്പേഴ്സ് എഴുതാതെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ കോമൺ ആയിട്ടുള്ളത് എന്തൊക്കെയാ നോക്കൂ. ഡി കോമൺ, ചേഞ്ച് ചെയ്തിട്ടില്ല പൊസിഷൻ. ടി കോമൺ ആയിട്ടുണ്ട്, ഒ കോമൺ ആയിട്ടുണ്ട്. Right, whereas 1, 3, 5 and 7 അതായത് ഓഡ് നമ്പേഴ്സ് മാത്രമേ നമുക്ക് ജസ്റ്റ് സ്വാപ്പ് ചെയ്തിട്ടുള്ളൂ എന്ന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇതിൽ എന്താ ചെയ്തിരിക്കുന്നത്? 2, 4, 6 ഈവൺ നമ്പേഴ്സ് 2, 4, 6 അതേപോലെ നിർത്തിയിട്ടുണ്ട്. whereas odd number വരുന്ന ലെറ്റേഴ്സ് മാത്രം സ്വാപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതേപോലെ നമുക്ക് ഇവിടെ നോക്കൂ. ആൻഡ് നമുക്ക് എന്താ ഫസ്റ്റ് നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നമ്പർ ഓഫ് വേർഡ്സ് ആൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ ഓഫ് വേർഡ്സ് സെയിം ആണോ എന്ന് ഫസ്റ്റ് നോക്കണം. ഓക്കെ, സോ ഇവിടെ എഡിഷൻ 7 ലെറ്റേഴ്സ് ഉണ്ട്, മെഡിക്കൽ 7 ലെറ്റേഴ്സ് ഉണ്ട്. 1, 2, 3, 4, 5, 6, 7. സോ ഇതിൽ എഡിഷനിൽ എന്ത് ചെയ്തിട്ടുണ്ടോ അതേ തന്നെയായിരിക്കും മെഡിക്കലിൽ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈവൺ നമ്പേഴ്സിനെയൊക്കെ അതേപോലെ തന്നെ നിർത്തുക. ദാറ്റ് ഈസ് 2, 4, 6. whereas 1, 3, 5, 7 ഓഡ് നമ്പർ വരുന്നതെല്ലാം സ്വാപ്പ് ചെയ്യുക, ജസ്റ്റ് സ്വാപ്പ് ചെയ്യുക. അപ്പം എന്താ വരിക? എമ്മിൻ്റെ പ്ലേസിൽ ഡി വരും, ഡിൻ്റെ പ്ലേസിൽ എം വരും, സിൻ്റെ പ്ലേസിൽ എൽ വരും, എല്ലിൻ്റെ പ്ലേസിൽ സി വരും. സോ ഇത് വരുന്നുണ്ട് ഓപ്ഷനിൽ നോക്കാം. സോ വരുന്നുണ്ട് അല്ലേ? ഓപ്ഷൻ ബി, DEMILAC is our correct answer. Option B is our correct answer. Clear അല്ലേ? സോ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. Find the odd one out from the given option.
ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് ഓഡ് വൺ ഔട്ട്, അതായത് ഇത് നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഇതിൽ ഏതോ ഒന്ന് മാത്രം ഇതുമായിട്ട് ഈ ഒരു ഫോമിൽ വരുന്നതല്ല, ഒരു പാറ്റേണിൽ വരുന്നതല്ല, അതിന് നമുക്ക് കണ്ടുപിടിച്ചെടുത്ത് എഴുതുക. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ആൽഫബറ്റ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് എഴുതുക. സോ എഫിന്റെ വാല്യൂ ഈസ് 6, പിന്റെ വാല്യൂ 16, ഐന്റെ വാല്യൂ ഈസ് 9, എല്ലിന്റെ വാല്യൂ ഈസ് 12 ആൻഡ് ജിന്റെ വാല്യൂ ഈസ് 7. ദെൻ ഇത് ഐന്റെ വാല്യൂ 9, എസ് 19, എല്ലിന്റെ വാല്യൂ 12, ഒന്റെ വാല്യൂ 15, ജെന്റെ വാല്യൂ 10. Okay, then 1, 11, D4, G7, B2. L in the value is 12, T in the 20, O 15, Q is 17, and M is 30. Okay, so this is the follow ചെയ്തിരിക്കുന്ന 6 6 6 16 9 12 7 9 19 12 15 10 1 11 4 7 2 12 20 15 17 13 അല്ലേ? സോ നമുക്ക് എന്ത് മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6ഉം 6ഉം തമ്മിലൊരു 16ഉം തമ്മിലൊരു റിലേഷൻ എന്താ? 6 പ്ലസ് 10 is 16 അല്ലേ? 16 minus 7 is 9, 9 plus 3 is 12, 12 minus 5 is 7. So ഇതാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത്. നമുക്ക് രണ്ടാമത്തെ നോക്കാം. 9 plus 10 is 19, 19 minus 7 is 12, 12 plus 3 is 15, 15 minus 5 is 10 അല്ലേ? 1 plus 10 is 11, 11 minus 7 is 4, 4 plus 3 is 7 and 7 minus 5 is 2. So നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന പാറ്റേൺ is plus 10 minus 7 plus 3 and minus 5. So അടുത്ത ഓപ്ഷൻ നോക്കാം. 12 minus 20 എന്താ? 8 ആണല്ലേ? സോ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓപ്ഷൻ ഡി is our odd one. ഓക്കെ, സോ ഇവിടെ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കാം ഇതെല്ലാം ഒരേ റിലേഷൻ, ഒരേ പാറ്റേൺ ഫോം ചെയ്യുന്നത്. വേറാസ് ഫോർത്ത് ഓപ്ഷൻ മാത്രം എന്താ? ഫസ്റ്റ് തന്നെ the difference is 8. So this is the odd one out. Option D is our correct answer. Clear അല്ലേ? So അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Find the missing number in the following series. So series ഏതാ? 3, 6, 11, dash, 27 and 38. So ഇതിന്റെ ഡിഫറൻസ് നോക്കൂ. 6 minus 3 is 3, 11 minus 6 is 5. ഇവിടെ നമുക്ക് അറിയില്ല, ഇതും നമുക്ക് അറിയില്ല. 38 minus 27. 38 minus 27 is 11. So this forms a odd number അല്ലേ? So 3, 5, 7 and 9 എന്ന് വരണം അല്ലേ? സോ എന്താ? ഇവിടെ എല്ലാം അഡീഷൻ ആണ് ചെയ്യുന്നത്. സോ 11 plus 7 എന്താ? 18. 18 plus 9 is 27. Clear അല്ലേ? So our missing term is 18. This follows a odd number series. So 18. B is our correct answer. Clear അല്ലേ? സോ ഇതെല്ലാം ചെറിയ ചെറിയ നമ്പർ ആയത് കാരണം ഡിഫറൻസ് ഫസ്റ്റ് കണ്ടുപിടിക്കുക. സോ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏത് പാറ്റേണിൽ അത് ഇത് പോകുന്നതെന്ന്. സോ our pattern is 3, 5, 7, 9, 11. That is odd number series. So missed number is 18. Clear അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Question number 8. Our series is 885, 870, 855 and 840. ഓക്കെ, അടുത്ത നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. സോ ഇത് രണ്ടും എല്ലാ നമ്പേഴ്സും ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്, അതായത് ഡിക്രീസ് ചെയ്യുകയാണെന്ന് മനസ്സിലായി. സോ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ ദിസ് ഇസ് 15. 85 minus 870 is 15. 870 minus 855 is again 15. 855 minus 840 is again 15. So 840 minus 15 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 825 അല്ലേ? സോ 825 plus 15 is 840. So our missing term is 825. Option D is our correct answer. ഇവിടെ എന്താ ചെയ്യുന്നത്? decrement of minus 15 as follows. Clear അല്ലേ? Okay, so അടുത്ത question. Condition for two figures to be similar. Okay, നമുക്ക് 3 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് കണ്ടീഷൻസ് ആണ്
ഏത് രണ്ട് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഏത് മൂന്ന് കണ്ടീഷൻസ് കറക്റ്റ് ആയാലാണ് വി ക്യാൻ സേ ടു ഫിഗേഴ്സ് ആർ സിമിലർ എന്നാണ് ക്വസ്റ്റ്യൻ. സോ equiangular, first one is they are equiangular പറഞ്ഞാൽ ഈക്വൽ ആംഗിൾ ആയിരിക്കണം. ഓക്കെ, നമുക്ക് ഫോർ എക്സാമ്പിൾ സ്ക്വയർ കൺസിഡർ ചെയ്യാം. സോ ഇക്വിആംഗിൾ ആണ്, 90 ഡിഗ്രീസ് ആണ് സ്ക്വയർ. their corresponding sides are proportional. ഓക്കെ, ഇവിടെ രണ്ട് ഫിഗർ, ഒരു ഡയമണ്ട് ഫിഗർ വരയ്ക്കാം. സോ ഇവിടെയും ആംഗിൾ 90 ഡിഗ്രി ആണ് ആൻഡ് ദ സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ. സോ ഇത് രണ്ടും സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ we can say what, two figures to be similar. Okay, they are congruent. Congruent പറഞ്ഞാൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈസും ഷേപ്പും എന്തായാലും സെയിം ആയിരിക്കണം എന്നുള്ളതാണ്. അത് ആവണം എന്നില്ല അല്ലേ. സോ ഇതൊരു സ്ക്വയർ ഷേപ്പാണ്, ഇതൊരു ഡയമണ്ട് ഷേപ്പാണ്. ബട്ട് വി ക്യാൻ സേ the first and second condition satisfied, but they are not congruent. അതിന്റെ സൈസും ഷേപ്പും സെയിം ആവണം എന്ന് നിർബന്ധമില്ല. സോ വി ക്യാൻ സേ both 1 and 2 are correct. Option B is our correct answer. So ഇത് രണ്ടും എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യണം, ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല to form the two figures to be similar. Clear അല്ലേ? So അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 10. Okay, here addition means multiplication, subtraction means addition, multiplication means division, and division means subtraction. Okay, so we have to do this, right? So 9 ഡിവിഷന് പകരം എന്താ ചെയ്തിരിക്കുന്നത്, മൈനസ്. ഓക്കെ, -5. അഡീഷന് പകരം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, ഇൻറ്റു 4. സബ്ട്രാക്ഷന് പകരം അഡീഷൻ ചെയ്യണം, +4. മൾട്ടിപ്ലിക്കേഷന് പകരം ഡിവിഷൻ ചെയ്യണം, ഡിവൈഡഡ് ബൈ 2 is equal to question mark. So we have to follow BODMAS rule, right? We have to follow BODMAS rule. So 4 divided by 2 is 2, plus 5 into 4 is 20. 9 minus 20 plus 2. 9. 11 minus 20. So what is the answer? -9 is our correct answer. Option A is our correct answer. Clear? 20 minus 11 is what? 9. So negative വരും, കാരണം 11 minus 20 ആണ് ചെയ്തിരിക്കുന്നത്. So -9 is our correct answer. ക്ലിയർ അല്ലേ? സോ BODMAS യൂസ് ചെയ്തിട്ടാണ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യനിൽ നോട്ട് ചെയ്യാനുള്ള കാര്യം. BODMAS അനുസരിച്ച് ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. ഫസ്റ്റ് ഡിവിഷൻ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, ദെൻ അഡീഷൻ, ദെൻ സബ്ട്രാക്ഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.